എന്നാ നീലിന് ആക്സിഡന്റ് പറ്റിയെന്നു. നീലിന് എന്നുവെച്ചാ പൂച്ച എന്തോ വട്ടം ചാടി. പൂച്ച എന്തോ വട്ടം ചാടി എന്നും എന്ത് പറ്റിയടാ? എടാ ഒന്നും സീരിയസ് ആയിട്ടൊന്നും വല്ലതും ഉണ്ടോ? അല്ല, ഒരു 2-3 ഡേയ്സ് റെസ്റ്റ് പറഞ്ഞു. ആണോ? അന്നും ജസ്റ്റ് ഒന്ന് വിളിച്ചു. ഷോൾഡർ മസിൽ ഇംബാലൻസ് ആയിരുന്നു. അങ്ങനെ ഷോൾഡർ മസിൽ ഇംബാലൻസ്ഡ് സാധാരണ വിളിച്ചു നോക്ക്. ഇത് എന്നായിരുന്നടാ? ഇതെന്ന്? ഇപ്പം ഇച്ചിരി മുന്നേ. വേറെ സീൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. വെയിറ്റ് ആയിട്ടാണ് വിളിച്ചു നോക്കട്ടെ. എടാ ഹലോ, എടാ മോനെ ഓക്കില്ലേ? എന്തൊക്കെ എന്ത് പറ്റിയതാ? എന്തെങ്കിലും ബൈക്കിലായിരുന്നോ? എന്നിട്ട് പൂച്ച മരിച്ചെന്നാ? നിനക്കെന്ത് പറ്റി പറ. പൂച്ച സീരിയസ് സിറ്റുവേഷനിൽ ഇങ്ങനെ കൂടെ ആശുപത്രിയിലാണ് ഇപ്പൊ. എന്ത് ബൈക്ക്? ഹലോ, ഒരു മിനിറ്റടാ. നീലിന്റെ ആണോ? എന്തെങ്കിലും റെസ്റ്റ് എടുക്കട്ടാ. ഓക്കെ എന്തായാലും നോക്കി എന്തെങ്കിലും പൂച്ച കൊണ്ട് ഒരു സന്തോഷം, ഒരു സമാധാനം ഇല്ലാത്ത ഒന്ന് കൊരക്കെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. പൂച്ച കൊരക്കേ? എന്ത് പറ്റിയെന്നാ? തൊലിയെല്ലാം പോയി. അവന്റെ പൂച്ച ചാടിയതാ കുറഞ്ഞ. കൊരഞ്ഞു വാരി കേട്ടോ കയ്യൊക്കെ. അയ്യോ, അവൻ ചുണ്ടുമ്പോ ഇത് ഒരച്ചിലാണ്. മുറിവിനെക്കാളും വേദന ആക്ച്വലി ഈ തൊലി ഇവിടുന്ന് പോകൂല, അതിനാണ് വേദന. അത് പയനിച്ചിരി കിട്ടിയിട്ടുണ്ട്. വലിയ കൈപ്പാക്കാൻ പോലും വയ്യെന്നാണ്. ഫുള്ള് ഒരഞ്ഞു വാരി റൈറ്റ് കൈ മടങ്ങി. അയ്യോ, കുറച്ചു ദിവസം ഉണ്ടാവില്ല നീല്. ഒടിഞ്ഞ പാറ്റ് രണ്ടായിട്ട് ഒടിഞ്ഞ പാറ്റ് തറ വീണ് പിടിയും കൂടെ ഒരു കയ്യിൽ വന്നിട്ടുണ്ട്. റെസ്റ്റ് ഇൻ പീസ്. പൂച്ചയ്ക്ക് വരെ ചോദിക്കും ആ പയ്യൻ എന്ത് ഓക്കെയാണോ? ഇത്ര റിയാക്ഷൻ ടൈം ഉള്ള സാധനം ഇല്ലേ? അതെങ്ങനെയാണ് എന്നാലും ഇടം കൊണ്ട് ഇടിച്ചു പൂച്ച. അല്ലാതെ ഒരു അബ്സെന്റ് പറ്റില്ല പൂച്ചക്ക്. എത്ര പൂച്ച? നീലല്ല, നീല പയറ് പോലെ ഇരിക്കുന്നു വീട്ടിൽ. നീൽ RIP പൂച്ചാന്ന് വിടുകേസ്. പ്രായമായ പൂച്ചയായാലും മനുഷ്യരായാലും ചാവും. അതിന്റെ വിധി അങ്ങനെയായിരുന്നു. ചെറുക്കനൊന്നും പറ്റില്ല, അത് മതി. പൂച്ച ഫിറ്റ് ആയിരുന്നു ബ്രോ. അത് ഞാൻ ഊതിച്ച് നോക്കിയില്ല പൂച്ച പിടിച്ച്. അതിന്റെ ഇടയ്ക്ക് കൂടെ ബ്രോ ഊതല്ലേ ബ്രോ ഇവിടെ സീരിയസ് ടോക്ക് കിടക്കുമ്പോ. അപ്പൊ ഉടനെ പാട്ടുകളൊക്കെ വരുന്നത് എന്നാ ഇരിക്കല്ലേ? ഇന്ന് മടിയിലിരുന്ന് ഞങ്ങള് മടിയിലിരുന്ന് ഒരുമിച്ച് സ്ട്രീം ചെയ്യാൻ പോണേ. അണ്ണാ നീ ഹെഡ്ഫോൺ വെച്ചാലാണ് ഇവിടെ തന്നെ ഇരുന്നത്. പ്രശ്നമില്ലാന്ന്. പൂച്ചയുടെ കളർ ഏതാണ്? കറുപ്പ് മഞ്ഞ വരെയുള്ള പൂച്ച നീ കണ്ടിട്ടുണ്ടാ? ആകെ 7 കളർ പൂച്ചയുണ്ട് കേരളത്തില്. ബ്രോ ഇങ്ങനെ ചോദ്യങ്ങൾ പ്ലീസ് ബ്രോ. ഞാൻ ലൈവ് തുടങ്ങി ഇംഗ്ലീഷ് ആയിരിക്കേ സ്റ്റേറ്റിലൊക്കെ സെറ്റ് ചെയ്ത്. എടാ എന്റെ അഭിപ്രായം ഞാൻ പറയണത് എന്താണെന്നറിയോ? നീ പണ്ടത്തെ പോലെ മറ്റേ കോസ്പ്ലേ ഒക്കെ ചെയ്ത് 5 വർണ്ണ കൊണ്ടുവരാനായിട്ടൊക്കെ. ആളുകൾക്ക് ആഗ്രഹമാണ് കോമാളി പോലെ വയസ്സൊക്കെ പോലെ വന്നിരിക്കണം. അത് പക്ഷെ കോസ്പ്ലേ കോമാളിത്തരമല്ലടാ, അതൊരു ആർട്ടാണ്. കോസ്പ്ലേ ഒരു ആർട്ടാണ്. ആടുജീവിതത്തിനൊക്കെ ഞാൻ പൃഥ്വിരാജ് കണ്ടിരുന്നെങ്കിൽ എന്നെ വിളിച്ച് അപ്രിഷിയേറ്റ് ചെയ്തത്. അയ്യോ സത്യം, പൃഥ്വിരാജ് കാണാൻ എന്തുകൊണ്ട് നന്നായി. പുള്ളിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു അതിന് ശേഷം. ആ ടൈമിൽ പറ്റിയിട്ടില്ല. നിങ്ങളെ ഫിറ്റാണോ ബ്രോ? എന്താ പറയണത്? ഞങ്ങള് ക്രിക്കറ്റ് കളിക്കാൻ പോയി കൊലഞ്ഞിരിക്കുക. ഐ ഓൾറെഡി ടോൾഡ് സെവറൽ ടൈംസ്. നമ്മൾ നിർത്തി ഡ്രിങ്കിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു ബ്രോ. ഞാൻ പറഞ്ഞു ലൈറ്റ് ബിയർ പോലും ഇപ്പം പറ്റാതെ ആയി. ഭയങ്കര അതായത് പറ്റാതെ വെച്ചാൽ ഒരെണ്ണം അടിക്കുമ്പോൾ ഫിറ്റാണ്. സിമ്പിൾ അതാണ്. ബൈക്ക് നമ്പർ ബ്രോ ബ്രോ MBD ആണോ ബ്രോ? ബൈക്ക് നമ്പർ എനിക്ക് മനസ്സിലാവുന്നത്. അവൻ എന്ത് പറ്റി ഒന്നും ചോദിക്കണ്ട. അവന്റെ ചോരയുടെ കളറ് കഷ്ടം തന്നെ ബ്രോ. ഡ്രസ്സായിരുന്നത്. പൂച്ചയുടെ നമ്പരൊക്കെ ചോദിക്കുന്നത് ബ്രോ. ദൈവത്തെ ഓർത്ത് ഇങ്ങനെ പ്ലീസ് ഇങ്ങനെ ഒന്നും പറയല്ലേ. നിങ്ങൾക്ക് വേറെ അതിനുള്ള സമയം അല്ലത്. സൈഡ് കാണും. എന്നെ വിളിച്ചാതെ ഇവിടെ കാണും. വിളിച്ചാതെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കല്ലേ. ഓക്കെ മാറിക്കൊടത് വരുന്നതിന് മുമ്പ് അവന്റെ ഇറങ്ങിയതാ. അപ്പൊ തന്നെ
കുറച്ച് നാളായില്ലേ. അപ്പൊ എല്ലാവർക്കും കളിക്കുന്ന സ്ട്രീം ഞാൻ കുറച്ച് അധികം ലേറ്റ് ആയെന്ന് അറിയാൻ കഴിച്ചു. എന്താന്ന് വെച്ചാൽ ഇന്ന് ക്രിക്കറ്റിന്റെ പ്രാക്ടീസിന് പോയതാ. ഒന്നും തിരിക്കാനേ വയ്യ. അപ്പൊ അതിന് പോയിട്ട് തിരിച്ചു വന്നപ്പോ കൊച്ചിയിൽ ഇത് കുറച്ചധികം ട്രാഫിക് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കും. ഇപ്പൊ ഒടുക്കത്തെ ഈ സമയത്ത് മുടിഞ്ഞ ട്രാഫിക്കാ കൊച്ചിയിൽ. അവിടെ പോയി പെട്ടുപോയി. സോ അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. കുറച്ച് ദിവസം നീലുണ്ടാവില്ല. അവന് വലിയ കുഴപ്പമില്ല, കുറെ പ്രാക്ടീസ് ആണ് ഫുള്ള്. അപ്പം എന്തായാലും വെൽക്കം ടു ദ സ്ട്രീം. ക്യാമിന്റെ സൈസ് കുറച്ച് 67 ചാലഞ്ചോ? അതെന്താ? സിറ്റി ഓഫ് അല്ലേടാ? സിറ്റി ഓഫ് ആണ്. അതെ ഡൗൺ ഓഫ്ലൈൻ. സിറ്റി ഓഫ്ലൈൻ ആണ് നിങ്ങള്? ഇവരെല്ലാം ഇത്രയും നേരം സിറ്റിയിലല്ലായിരുന്നു. നിങ്ങളൊക്കെ എല്ലാവരും ലൈവ് നോക്കിയപ്പോ ഞാനില്ലായിരുന്നു. ഞാൻ ലൈവേ നിർത്തി നെറ്റ് അടിച്ചു പോയിട്ട്. സിറ്റി അപ്പോഴേ കുറച്ചു മുമ്പ് ഓഫ്ലൈൻ ആക്കിയാണ്. ഞാൻ ലൈവ് പോലും കട്ടായി പോയി. ലൈവ് പോലും ഇട്ടില്ല ഇന്ന്. ആകാശം ബ്രാവോ പോയി ഓടിയവൻ. ബ്രാവോ ലൈവ് ഓടിയല്ലേ? അവനൊന്നും ചെയ്യാല്ലോ നിന്നെ സിറ്റിക്കകത്ത്. ഞാൻ നിങ്ങളുടെ പറയാം എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞുതരാം. നമ്മള് സെർവർ എല്ലാവർക്കും പിങ് കൂടുതലാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും ഒരു കാര്യം പറയുന്നത്, എനിക്കറിയാം നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവുമെന്ന്. കാരണം ഇത് കാണാൻ വരുന്ന ആൾക്കാർക്ക് എന്തായാലും അറിയാം, അവർ RP കാണാനാ വരുന്നത്. അപ്പൊ അവർക്ക് ഈ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സത്യാവസ്ഥ പറഞ്ഞുതരാം എന്താ സംഭവിക്കുന്നതെന്ന്. അതായത് കേസ് ഇപ്പം ബ്രാവോയ്ക്ക് വേണമെങ്കിൽ ഈ സെർവർ ഈ പറയണത് പോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ 10-200 പേരെ വെച്ച് ക്ലോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് മര്യാദയ്ക്ക് ഓടിക്കാം. പക്ഷേ ഈ സെർവർ കുറച്ച് നാളായിട്ട്, ഇത്രയും നാള് ഇതൊരു ലെവല് വരെ ഇത്ര ആൾക്കാരെ കയറ്റി ഇതാക്കിയോണ്ട് എല്ലാവരും കളിക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ ഇത് വെൽഡ് ചെയ്ത് സ്ലോട്ട് 600 ആക്കി വെച്ചേക്കുന്നതുകൊണ്ട് 500 ആക്കി വെച്ചേക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇത് കുറയ്ക്കുമ്പം ആൾക്കാർക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്ന് വീണ്ടും പരാതി ആയിക്കൊണ്ടിരിക്കുക. ഇത് കുറയ്ക്കാനും പറ്റത്തില്ല, കൂട്ടാനും പറ്റാത്ത അവസ്ഥയായി. മനസ്സിലായ ബ്രോ? വൈ 30 ഗ്യാങ്സ്? ബ്രോ 30 ഗ്യാങ്സ് സ്ലോട്ട് ഉണ്ട്. 30-30 ഗ്യാങ്സ് കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ RP കളിക്കുന്നതിൽ 30 50 കൂടുതൽ ഗ്യാങ്സ് ഉണ്ട്. മനസ്സിലായ? 50 കൂടുതൽ ഗ്യാങ്സ് ഉണ്ട്. എല്ലാരെയും കൂടെ എങ്ങനെ ചെയ്യും? ഞാൻ നിങ്ങളുടെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പുള്ളി ഏകദേശം ഒരു 10-22 ലക്ഷം രൂപ മുടക്കി ഇപ്പൊ ഈ സെർവർ. നമുക്ക് വെളിയിലിരുന്ന് കുറ്റം പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഒരു സെർവർ സൈഡിലെ പണികൾ എന്തൊക്കെയാണെന്ന് ഇത് നമ്മൾ ഇതിനു മുമ്പ് കളിച്ച സെർവറുകളിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഓടിയത്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ സെർവർ അഡ്മിൻ ആയപ്പോഴാണ് എനിക്ക് ഇതിന്റെ എഫേർട്ടും കാര്യങ്ങളും മനസ്സിലായത്. പുള്ളി ഇവിടെ വീട്ടിൽ വരുന്ന സമയത്ത് മറ്റേ ജോലിയൊക്കെ ചെയ്യുന്നത് പോലെയാണ്. ഫുൾ ടൈം കോൾ വരും. ഇത് സ്ക്രിപ്റ്റ് മാറ്റിയിടണം, അത് മാറ്റിയിടണം, റീസ്റ്റാർട്ട് ചെയ്യട്ടെ, അത് ഇത് എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. മനസ്സിലായ? അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് പുള്ളി വന്നതിന് ശേഷമാണ്, പുള്ളിയുടെ കൂടെ കമ്പനി അടിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഇതിനകത്തുള്ള ഈ പറയണ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത്. എനിക്കിപ്പോ ഒരു രീതിയിലും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ബ്രാവോടുള്ള കമ്മിറ്റ്മെന്റ് ഇപ്പം വേറെയാണ്. അൺടിൽ ബ്രാവോ നമ്മുടെ അടുത്ത് ഒരു ബാക്കപ്പ് സെർവർ കളിക്കാൻ അവൻ പറയാത്തിടത്തോളം കാലം ഞാൻ പോയി കളിക്കത്തില്ല ടിവിയും കൊണ്ട്. അതേ പറയാം. ഇത് ഇപ്പൊ കറന്റ് ഒരു ബാക്കപ്പ് സെർവറിലോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല.